ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുപോലത്തെ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. പ്രോഡക്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് വിളിക്കുവാനും വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇന്ന് വന്നിരിക്കുന്നത് 10 ഇഞ്ച് സബ് വൂഫർ ആണ്. ആർഗോക്സ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് സബ് വൂഫർ വന്നിരിക്കുന്നത്. ഇത് 10 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് 8 ഇഞ്ച്, 6 ഇഞ്ച്, 4 ഇഞ്ച് അത്രയും നമുക്ക് 12 ഇഞ്ച് അത്രയും അവൈലബിൾ ആണ്. അതായത് 4 ഇഞ്ച് തൊട്ട് 12 ഇഞ്ച് വരെയുള്ള സബ് വൂഫേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാധാരണ വൂഫറും നമുക്ക് ഇവിടെ ഷോപ്പിൽ ലഭിക്കുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് റീചാർജബിൾ സെല്ലാണ്. 3.7 വോൾട്ടിന്റെ ലിഥിയം അയൺ സെല്ല്. ഇത് 2 ടൈപ്പാണ് വരുന്നത്. ഈ സൈഡിൽ മൊട്ടുള്ളതും മൊട്ടില്ലാത്തതും. അപ്പൊ ഇത് മൊട്ടില്ലാത്ത ടൈപ്പാണ്. 2 സൈഡും ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഇതിന്റെ വേറൊരു മോഡൽ വരുന്നത് ഇങ്ങനെ പോസിറ്റീവ് നൈറ്റിന്റെ അവിടെ, പോസിറ്റീവിന്റെ അവിടെ ഒരു ചെറിയ മൊട്ട് കൂടെ കാണാം. അങ്ങനത്തെ 2 ടൈപ്പാണ് വരുന്നത്. പിന്നെ അടുത്ത ബാറ്ററി വന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ 1.2 വോൾട്ടിന്റെ, അതായത് ഡബിൾ എ റീചാർജബിൾ ബാറ്ററി. ഇതൊക്കെ പല മോഡൽസ് ഉണ്ട് കേട്ടോ. അതിന്റെ മില്ലി ആംപിയർ വ്യത്യാസം വരും പലതിന്റെയും. ഇത് 2500 മില്ലി ആംപിയറിന്റെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ബാറ്ററി വന്നിരിക്കുന്നത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ, നമ്മുടെ മോസ്കിറ്റോ ബാറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിനകത്ത്, പിള്ളേരുടെ ടോയ്സ് അതിനകത്തൊക്കെ വരുന്ന കൂട്ട് ചെറിയ ഇത് കൂട്ട് ബാറ്ററി. ഇത് വരുന്നത് 4 വോൾട്ട് ആണ്, 0.5 ആംപിയർ. പിന്നെ നമുക്ക് കുറച്ച് റിമോട്ട് ഐറ്റംസ് ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ഇത് എൽ ജി ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടാണ്, മൗസ് ഉള്ള ടൈപ്പ് റിമോട്ട്. പിന്നെ ഇത് MI ടിവിയുടെ ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്. പിന്നെ AC റിമോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ AC ഒക്കെ ഉപയോഗം കൂടുമല്ലോ അല്ലേ, ചൂടുകാലമായി, അതുകൊണ്ട് AC റിമോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് പല AC-കളുടെയും പല ടൈപ്പ് റിമോട്ടുകളായിരിക്കും കേട്ടോ. അപ്പോൾ AC റിമോട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ പഴയ റിമോട്ട് കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അതായത് ഒരേ കമ്പനിയുടെ തന്നെ പല മോഡൽസ് കാണും. അപ്പോൾ റിമോട്ടിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും. ഇത് വേൾപൂളിൻ്റെ, അങ്ങനെ പല മോഡൽ റിമോട്ടുകൾ ഇന്ന് വന്നിട്ടുണ്ട് AC-യുടെ. അതുപോലെ തന്നെ ഇത് സാംസങ് ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടുകളല്ല, ഇപ്പം ടി വി ആണെങ്കിൽ പോലും സാംസങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പല മോഡൽസ് ഉണ്ട്. അപ്പോൾ റിമോട്ടിന് വ്യത്യാസം വരും. അങ്ങനെയെല്ലാം ഭയങ്കര വ്യത്യാസമാണ് റിമോട്ടുകൾ തമ്മിൽ. പിന്നെ ഇതേതായിരുന്നു, വോൾട്ടാസ്. പിന്നെ അടുത്തത് ഇത് വോൾട്ടാസ് AC-യുടെ റിമോട്ട്. വോൾട്ടാസിനും ഒരുപാട് മോഡൽസ് റിമോട്ടുകൾ വരുന്നുണ്ട്. ഇത് വേറൊരു മോഡൽ റിമോട്ട്. ഇതൊക്കെ AC-യുടെ ആണേ. പിന്നെ ഇത് TCL TV ആൻഡ്രോയിഡ് TV റിമോട്ട്. ഇത് ഒരു TV റിമോട്ടാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് പല ടിവികൾക്ക് സ്യൂട്ടായിട്ട് വരുന്ന റിമോട്ടുകളാണ്. അപ്പോൾ റിമോട്ട് കാണുവാണെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ബ്ലൂബെറി അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ കമ്പനികളുണ്ടല്ലോ, അങ്ങനത്തേനൊക്കെ ഈ ഒരു സെയിം ടൈപ്പ് ആയിരിക്കും റിമോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ റിമോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് റിമോട്ടിന്റെ പിക്ചർ കാണുകയോ ചെയ്യുവാണെങ്കിൽ റിമോട്ട് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പം വരും. പിന്നെ വന്നിരിക്കുന്നത് XLR. ഇതിപ്പോൾ XLR-ന്റെ മെയിൽ ഫിന്നാണ്. ഇതിപ്പോൾ XLR-ന്റെ മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ മെയിലും ഫീമെയിലും നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ ഒരുപാട് ടൈപ്പ് RC പിന്നുകൾ, മോണോ പിന്നുകൾ, ജാക്ക്, അങ്ങനത്തെ പിന്നുകളൊക്കെ നമുക്കിവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നിരിക്കുന്നത് ബാറ്ററി ചാർജർ. ഇപ്പോൾ നമുക്ക് AA-യും AAA-യും ഇതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് ഇങ്ങനെ വയറുള്ള ടൈപ്പാണ് ചാർജർ വന്നിരിക്കുന്നത്. ഇങ്ങനെ 4 ബാറ്ററി വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചാർജറാണ്. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഇവിടെ ചാർജർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 9 വോൾട്ടിന്റെ ബാറ്ററിയും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഡയറക്റ്റ് കറണ്ടിൽ കുത്തുവാണ്. അപ്പോൾ ഇതിനകത്ത് AA, AAA, 9 വോൾട്ട് അത്രയും ബാറ്ററീസ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് SMBS ആണ്. ഇത് ചെറിയ മോഡലാണ്. 12 വോൾട്ട് 10 ആംപിയറിന്റെ ചെറിയ മോഡൽ SMBS. ഇതും 12 വോൾട്ട് 10 ആംപിയർ ആണ്. പക്ഷെ ഇതിന് വലിപ്പം കൂടുതലാണ്. ഉണ്ടോ, ഇങ്ങനെ 2 ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇംബെക്സിന്റെ ഹെവി വെയിറ്റ് അയൺ ബോക്സ് ആണ്. ഇത് 1000 വാട്ടാണ് വരുന്നത്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്.
അപ്പൊ ഈ ഒരു അയൺ ബോക്സിന്റെ വെയിറ്റ് വരുന്നത് 1.65 kg ആണ്, ഈ ഹെവി വെയിറ്റിന്റെ വെയിറ്റ് വരുന്നത്. ഇതുപോലെ നമുക്ക് ക്രോംപ്ടന്റെ ഉണ്ട്, ഫിലിപ്സിന്റെ ഉണ്ട്, GM, ഉഷ, ആ കമ്പനികളുടെ ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഹെവി വെയിറ്റ് അയൺ ഉണ്ട്. ഇതിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് ഇംപെക്സിന്റെ. പിന്നെ വന്നിരിക്കുന്നത് ഇത് ഫ്ലെക്സ് ആണ്, സോൾഡറിങ് ഫ്ലെക്സ്. ഇതൊക്കെ സോൾഡറിങ് ഫ്ലെക്സുകളാണ്. പിന്നെ ഇത് സ്ക്രൂ ഡ്രൈവർ സെറ്റ്, അതായത് ചെറുത് ജാക്ലി സ്ക്രൂ ഡ്രൈവർ സെറ്റ്, അതായത് ചെറിയ ടിപ്പാണ് ഇതിന് വരുന്നത്. ഈ കമ്പ്യൂട്ടർ, മൊബൈല് അങ്ങനത്തെ ഒക്കെ നമുക്ക് അഴിക്കാൻ വേണ്ടിയുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ സെറ്റ്. അതായത് പല വലുപ്പത്തിലുള്ള ടിപ്പുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ക്ലാമ്പ് മീറ്റർ ആണ്. അതും 2 ടൈപ്പ് വന്നിട്ടുണ്ട്. മൾട്ടിമീറ്ററിന്റെ ക്ലാമ്പുള്ള മീറ്റർ. അപ്പൊ ക്ലാമ്പ് ഇല്ലാത്ത സാധാരണ ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളും പല റേറ്റിലുള്ളത് നമുക്കിവിടെ കടയിൽ ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതൊരു പുതിയ മോഡലും പുതിയ പ്രോഡക്റ്റ് വന്നിരിക്കുന്നതാണ് കേട്ടോ. ബജാജിന്റെ എക്സ്റ്റൻഷൻ ബോക്സുകളും മൾട്ടി പിന്നുകളും. അപ്പൊ ഈ ഒരു മൾട്ടി പിൻ എന്ന് പറഞ്ഞാൽ കുറെ നമുക്ക് ഇതിൽ കുത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരെണ്ണത്തെ തന്നെ, ഒരു മൾട്ടി പിന്നെ തന്നെ നമുക്ക് ഇങ്ങനെ 3 എണ്ണം, 3 പിന്നിന്റെ 3 ഓപ്ഷൻ ഉണ്ട്. സാധാരണ നമുക്ക് ഒരെണ്ണം അല്ലെ 2 എണ്ണം ഒക്കെ ആണല്ലോ കിട്ടുന്നത്. ഇത് 3 എണ്ണത്തിന്റെ ഓപ്ഷൻ ഉണ്ട്. ഒറ്റ സ്വിച്ച് ആണ് വരുന്നത്. ഇപ്പൊ 2 പിന്നും 3 പിന്നും കണക്ട് ചെയ്യാൻ പറ്റും. അത് സ്ക്വയറും റൗണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത്, ഇതിന്റെ ബാക്കിയുണ്ട് 3 പിന്നാണ്. അപ്പൊ നമ്മൾ 3 പിന്നില് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് സ്വിച്ച് ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ മേളിലേക്ക് കവർ ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുത്തി കഴിയുമ്പോൾ സ്വിച്ച് ഇടാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇത് സ്വിച്ച് ഇടാനുള്ള ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിന്റെ താഴെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ബാക്കി സ്വിച്ചുകൾ ഓൺ ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പൊ നല്ലൊരു മോഡലാണ്, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ബജാജിന്റെ. പിന്നെ ബജാജിന്റെ എക്സ്റ്റൻഷൻ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പം അതും നമ്മൾ സാധാ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് അതിന്റെ ഒരു ഷേപ്പൊക്കെ. ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പാണ്. ഇതിൽ നമുക്ക് 5 മൾട്ടി പിന്ന്, 5 3 പിന്ന് കൊടുക്കാനായിട്ട് പറ്റും. എല്ലാം മൾട്ടി സോക്കറ്റ് ആണ് വന്നിരിക്കുന്നത്. റൗണ്ടും സ്ക്വയറും കുത്താവുന്ന മൾട്ടി സോക്കറ്റ് ആണ്. സെന്ററിൽ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് എല്ലാത്തിനും കൂടെ. പിന്നെ നമുക്ക് അപ്പൊ നമ്മൾ സാധാരണ നീളത്തിലുള്ളതാണെങ്കിൽ കുറെ സ്പേസ് വേണമല്ലോ. അപ്പം അത്രയും സ്പേസ് ഇല്ലാത്തടത്ത് നമുക്ക് ഇത് വെക്കാനായിട്ട് എളുപ്പമുണ്ട്, കാരണം റൗണ്ടിലുള്ള ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ കേബിൾ വരുന്നത് 3 മീറ്റർ ആണ്. ഇതിന്റെ കേബിൾ വരുന്നത് 5 മീറ്റർ ആണ്. 3 പിൻ കേബിൾ ആണ് വന്നിരിക്കുന്നത്. നല്ല ഗേജ് ഉള്ള കേബിൾ ആണ്. അപ്പൊ ഇതും ബജാജിന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്. അത് ബജാജിന്റെ അതുപോലെ തന്നെ നമുക്ക് നീളത്തിലുള്ള എക്സ്റ്റൻഷൻ ബോക്സും വന്നിട്ടുണ്ട്. ഇതും 4 പോർട്ടിന്റെ ആണ് വന്നിരിക്കുന്നത്. 4 പോർട്ട്, ഡബിളും അല്ല സ്ക്വയറും റൗണ്ടും കുത്താവുന്നതാണ്. എല്ലാത്തിനും കൂടെ ഒറ്റ സ്വിച്ച് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് 2 മീറ്റർ ആണ് ഇതിന്റെ കേബിളിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പുതിയതായിട്ട് ഇന്ന് വന്ന പ്രോഡക്റ്റുകൾ. ഇതുപോലത്തെ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.